നാട്ടുവൈദ്യൻ. മെയ് 10, 2013. പരമ്പരാഗത നാട്ടറിവുകൾ, നാട്ടുവൈദ്യം എന്നിവയുടെ സംരക്ഷണത്തിന് കണ്ണൂർ ആലക്കോട് സ്വദേശി സെബാസ്റ്റ്യൻ വൈദ്യർ പുരസ്കാരം നേടി. സെബാസ്റ്റ്യൻ വൈദ്യരെപ്പറ്റി അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവമതിക്കപ്പെടുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. കണ്ണൂർ ആലക്കോട് മണക്കടവ് സ്വദേശിയായ ഇദ്ദേഹം പാലാ കടനാട്ടിൽ നിന്നും ചെറുപ്പത്തിലെ മണക്കടവിലേക്ക് കുടിയേറിയതാണ്. ഒരു സാധാരണ കൃഷിക്കാരനായി ജീവിതം തുടങ്ങി. എൻ്റെ കുടുംബത്തിൻ്റെ പ്രധാന വരുമാനം, ഉപജീവന മാർഗമെന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. അതിൽ അടിസ്ഥാന കൃഷിയായ വിളകളായിട്ടുള്ള തെങ്ങ്, കമുക്, റബ്ബർ, അതുപോലെ ജാതി, അതുപോലെ തന്നെ ഊതുമരം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ കൃഷികളാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പിന്നെ നിരവധി ഔഷധ വൃക്ഷങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടിട്ടുള്ളതായിട്ടുള്ള ഫലവൃക്ഷങ്ങളും പൂക്കളും എൻ്റെ സ്ഥലത്തുണ്ട്. സാവധാനം സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. ഉദയഗിരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചതിനാൽ മാപ്രക്കാവിൽ പാപ്പച്ചൻ ചേട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാപ്രക്കാവിൽ എന്നൊക്കെയാണ് സ്വന്തം നാട്ടിൽ അറിയപ്പെടുന്നത്. നാട്ടുകാർക്ക് പ്രിയങ്കരനായ നിസ്വാർത്ഥിയായ ഒരു നല്ല പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പരമ്പരാഗത നാട്ടറിവിൻ്റെയും നാട്ടുവൈദ്യത്തിൻ്റെയും ഉടമയായ ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നുമാണ് വൈദ്യത്തിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തിയത്. തൻ്റെ സുഹൃത്തുക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും നാട്ടുവൈദ്യത്തിൻ്റെ ചെപ്പടി വിദ്യകളിലൂടെ സുഖപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കേരളീയ നാട്ടുവൈദ്യത്തെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നതാണ് സെബാസ്റ്റ്യൻ വൈദ്യരെ ഒരു സംസ്ഥാന അവാർഡിലേക്ക് എത്തിച്ചത്. ഈ വൈദ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു ചികിത്സാ കേന്ദ്രമോ മരുന്നുകടയോ ഇല്ല. നടുവേദനയും പിടലിവേദനയും മറ്റ് ശരീരവേദനകളും ഉള്ളവർ വൈദ്യരെ തേടി വീട്ടിലേക്ക് വരികയാണ് പതിവ്. സ്വന്തം വീട്ടിൽ വച്ച് ഏതു സമയത്തും രോഗികളെ പരിചരിക്കും. പലപ്പോഴും കുഴമ്പോ മരുന്നുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ മിനിറ്റുകൾക്കുള്ളിൽ അസ്ഥിയുടെയും ഞരമ്പിൻ്റെയും സ്ഥാനമാറ്റങ്ങൾ ശരിയാക്കും. ആരോടും ഫീസ് ചോദിച്ചു വാങ്ങാറില്ല. വൈദ്യരുടെ അടുത്തു വരുന്നവർ ഒരിക്കലും നിരാശയോടെ തിരിച്ചു പോകാറില്ല. തൻ്റെ ചികിത്സാരീതികളെ പരസ്യപ്പെടുത്താൻ വൈദ്യർ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല. വൈദ്യരുടെ കരസ്പർശനത്തിലൂടെ സുഖപ്പെട്ട അനേകായിരങ്ങളുടെ താൽപ്പര്യമാണ് വൈദ്യരെ ഇന്ന് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും എത്തിച്ചത്. ഇന്ന് വൈദ്യർ സെബാസ്റ്റ്യൻ വൈദ്യർ കൈറോപ്രാക്ടോറ ബോൺസെറ്റർ എന്ന പേരിൽ യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും അറിയപ്പെടുന്നു. ബോൺ സെറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ കൈറോപ്രാക്ടർ എന്ന് പറയുന്ന ഒരു ചികിത്സാ വിധിയാണ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ഈ ബോൺ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ യഥാർത്ഥ ജനിച്ചു വരുന്ന അവസ്ഥയിലേക്ക്, അതായത് വികലമല്ലാത്ത ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ എങ്ങനെയാണോ ആ സ്ഥിതിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ ആ അവസ്ഥയിൽ ഞരമ്പുകളുടെ സ്ഥാനചലനങ്ങളും അസ്ഥിയുടെ സ്ഥാനചലനങ്ങളും കൈറോപ്രാക്ടി, അതായത് യഥാദിശയിലേക്ക് ഈ ശരീരത്തിൻ്റെ അസ്ഥികൂടങ്ങളെ കൊണ്ടുവരികയും ആ ഞരമ്പുകൾ അതനുസരിച്ച് ആക്കുകയും ചെയ്ത് സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനം വളരെയധികം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. തലവേദന, അതുപോലെ അമിതമായ വിയർപ്പ്, ദുർഗന്ധം, വായിക്ക് രുചിയില്ലാഴിക, അങ്ങനെയുള്ള നിരവധി സംഗതികൾ ഈ കൈറോപ്രാക്റ്റിങ് അല്ലെങ്കിൽ ഈ ബോൺ സെറ്റിങ് കൊണ്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് നിരവധി രാജ്യങ്ങളിൽ നടന്ന് ഞാൻ ചികിത്സിച്ച് ഈ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. രോഗികളെ തേടി വൈദ്യർ എങ്ങും പോകാറില്ല. ആവശ്യക്കാർ യാത്രാ സൗകര്യവും മറ്റും ഒരുക്കിക്കൊടുക്കുന്നതനുസരിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലും എത്തും. എവിടെയൊക്കെ ചികിത്സയ്ക്കായി പോകുന്നോ അവിടെയെല്ലാം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാറുണ്ട്. അവിടുത്തെ കൃഷിരീതികളും നഗരങ്ങളുമൊക്കെ നിരീക്ഷിക്കാറുണ്ട്. ലഭിക്കുന്ന ഔഷധച്ചെടികളും വിത്തുകളുമൊക്കെ കൊണ്ടുവരും. സമ്മാനമായി ലഭിക്കുന്ന സാധനങ്ങളും കറൻസികളുമൊക്കെ എല്ലാവർക്കും ഒരു കൗതുകമാണ്. ഓടി നടന്നുള്ള ചികിത്സയ്ക്കിടയിലും തൻ്റെ പുരയിടത്തെ കൃഷികാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ വീഴ്ച വരുത്താറില്ല. കൃഷിയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചതിന് തക്കതായ കാരണമുണ്ട്. കൃഷി നടത്തുന്നതിനിടയ്ക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ വളരെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനിടയുണ്ടായി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ സമിതി പരമ്പരാഗത നാട്ടറിവുകൾ, നാട്ടുവൈദ്യം എന്നിവയുടെ സംരക്ഷണത്തിന് സെബാസ്റ്റ്യൻ വൈദ്യർക്ക് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു. 2013 മെയ് 22 അന്താരാഷ്ട്ര പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സെബാസ്റ്റ്യൻ വൈദ്യർക്ക് പ്രശസ്തി പത്രവും സ്മാരക ഫലകവും 50,000 രൂപയുടെ ചെക്കും നൽകി ആദരിക്കുകയും ചെയ്തു. സെബാസ്റ്റ്യൻ വൈദ്യരുടെ കൈപുണ്യം അനേകായിരങ്ങൾക്ക് സാന്ത്വനമേകട്ടെ.